അത് ഞങ്ങൾ രണ്ടാൾ പോകുമ്പോൾ കപ്പലിൽ നിന്ന് തന്നെ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എവിടെ ഞങ്ങൾ പട്ടം പറത്താനാണ് പോകുന്നത് ഇയാൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? പല പല വെറൈറ്റി കയറ്റുകൾ, ഇപ്പോൾ 2 നൂലുള്ള സ്റ്റൺ കയറ്റുകൾ, അതൊക്കെ പറത്തുമ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കുന്ന ഫീലിംഗാണ്. 140 കോടി 49 കോടി ജനങ്ങളുള്ള രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നീ പട്ടം പറത്തുന്നതെന്നുള്ള ഒരു ഇത് മാത്രം നീ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ മുകളിലേക്ക് നോക്കൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട്. ചെറുപ്പത്തിൽ നിന്ന് ഇപ്പോൾ നമ്മളെ ജ്യേഷ്ഠ അനിയന്മാർ ഞങ്ങളെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ പട്ടങ്ങൾ ഉണ്ടാക്കി ചുമ്മാ പറപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. മീൻ കൃഷിയൊക്കെ ആ ഒരു ഓർണമെന്റൽ ഫിഷിന്റെ ആ ഒരു ഇതിലേക്കാണ്. അതായത് നമ്മളെ ദ്വീപിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ കളിക്കുന്ന ആളാണെങ്കിൽ തന്നെ ക്രിക്കറ്റും കളിക്കും, ഫുട്ബോളും കളിക്കും, വോളിബോളും കളിക്കും. അതേപോലെ ഒരു അവസ്ഥയാണ് നമ്മൾ. എങ്കിൽ നമ്മളിവിടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വളർന്നു വരിക. ഏവർക്കും മിസ്രാവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ഒരുപാട് കാലം ദ്വീപിലും പല സ്ഥലങ്ങളിലുമായി പട്ടം പറപ്പിച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു. പല മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് പട്ടം പറപ്പിച്ചിങ്ങനെ നടന്നു. അവസാനം ഇപ്പോൾ ജോഗ്ജ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആൻഡ് ചാമ്പ്യൻഷിപ്പ് ഇന്തോനേഷ്യയിൽ നടക്കുന്ന ഈയൊരു മത്സരത്തിലേക്ക് ഇന്ത്യൻ കൈറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഇന്ത്യൻ കൈറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. മിസ്രാവിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു കൈറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, താങ്കൾക്കുണ്ടായ ആ ഒരു അനുഭൂതി എങ്ങനെയായിരുന്നു? ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് പുറത്തേക്ക്, അതായത് ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ കിട്ടുന്നത് നമ്മളെ നാട്ടിൻ്റെ യശസ് ഉയർത്താനും പിന്നെ നാട്ടിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകൾ ആകർഷിക്കാനും ആ ഒരു ഇത് ആണ് നമ്മളെ നാട്ടിനെ, അതായത് ഇന്ത്യയെ പുറത്തേക്ക് എത്തിക്കുക. അപ്പോൾ ലക്ഷദ്വീപിനെ ഒരു വലിയ ടൂറിസം മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതാണ്. നേരത്തെ ഈ പട്ടം പറപ്പിച്ച് നടക്കുമ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ടുണ്ടാവൂലേ? വെറുതെ ഇവിടെ ആ പട്ടം പറപ്പിച്ച് നടക്കുമ്പോൾ തന്നെ ആൾക്കാർ കളിയാക്കലുണ്ട്. അതായത് എന്താ പരിപാടിക്ക് പോകുമ്പോൾ, അതായത് ഇപ്പോൾ ഇൻ്റർനാഷണൽ പരിപാടി തന്നെ കേരളത്തിൽ നടന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്ത് താരിക്കുമായിരുന്നു അന്ന് പോയത്. അത് ഞങ്ങൾ രണ്ടാൾ പോകുമ്പോൾ കപ്പലിൽ നിന്ന് തന്നെ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എവിടെ ഞങ്ങൾ പട്ടം പറത്താനാണ് പോകുന്നത് ഇയാൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അവർക്ക് അറിയില്ല എന്താണ് സംഭവം. അതായത് പുറത്ത് അന്ന് 28 രാജ്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതായത് ഇന്ത്യയിലുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഒരു ഇത് പറഞ്ഞിട്ടൊരു ടീമിൻ്റെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ ഒരു ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇങ്ങനെ പറപ്പിക്കുമ്പോൾ ഒരു ഉച്ച സമയമാകുമ്പോൾ നമ്മൾ എല്ലാവരും വെയിലത്താണ് നമ്മൾ പറപ്പിക്കുന്നത്. ആ സമയത്ത് കാണികൾ കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മളെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ടീമിൻ്റെ ക്യാപ്റ്റൻ അബ്ദുള്ള മാളിയേക്കൽ. പുള്ളി നമ്മളെ പുറത്ത് വന്നിട്ട് തട്ടിയത് പറയുന്നൊരു വേർഡുണ്ട്. അതായത് 140 കോടി 49 കോടി ജനങ്ങളുള്ള രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നീ പട്ടം പറത്തുന്നതെന്നുള്ള ഒരു ഇത് മാത്രം നീ ആലോചിച്ചാൽ മതി, ഓർത്താൽ മതി. ഈ വെയിലോ ഒന്നും അറിയില്ല. അപ്പോഴാണ് നമ്മൾ ആ ഒരു ടൈം, ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നമ്മൾ പറത്തുമ്പോൾ വേറൊരു ലെവലിലേക്ക് നമ്മൾ പോകുന്നു. പിന്നെ അതിൽ പല പല വെറൈറ്റി കയറ്റുകൾ, ഇപ്പോൾ 2 നൂലുള്ള സ്റ്റൺ കയറ്റുകൾ, അതൊക്കെ പറത്തുമ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കുന്ന ഫീലിംഗാണ്. ആ ഒരു രീതിയിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ ആ ഒരു ലെവലിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ആൾക്കാർ പറയുന്നതൊന്നും നമുക്ക് കാര്യമാക്കില്ല. അപ്പോൾ ഈ പട്ടങ്ങൾ തന്നെ പല ടൈപ്പ് ഓഫ് പട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ സാധാരണ കാണുന്ന കോഴിക്കോട് ബീച്ചിലും ബാക്കിയുള്ള ബീച്ചുകളിൽ പോകുമ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഈ കുട്ടികൾ പറപ്പിക്കുന്ന ഒറ്റ നൂലിലുള്ള പട്ടമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പറപ്പിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള 5 നൂലുള്ള പട്ടം, അങ്ങനെ അത് വ്യത്യസ്തമായ, അതായത് 1 നൂലുള്ള പട്ടമുണ്ട്. അതിൻ്റെ മത്സരങ്ങൾ തന്നെ വേറെ രീതിയിലാണ്. പരമ്പരാഗത രീതിയിലുള്ള പട്ടങ്ങൾ,
പിന്നെ 2 ലൈനുള്ള സ്റ്റൺ കൈറ്റുകൾ, പിന്നെ ഈ 2 ലൈനുള്ള തന്നെ നാസ കൈറ്റുകളുണ്ട്, പിന്നെ ഇൻഫ്ലൈറ്റുകൾ കൈറ്റുകളുണ്ട്, പിന്നെ ഈ ഒറ്റനൂലിൽ തന്നെ ട്രെയിൻ കൈറ്റുകളുണ്ട്, ഈ വരിയായിട്ട് പോകുന്ന ട്രെയിൻ കൈറ്റുകളുണ്ട്. അതേപോലെ പല രൂപത്തിലും ഈ മത്സ്യത്തിൻ്റെ രീതിയിലുള്ള പല രൂപത്തിലും ഉള്ള കൈറ്റുകളുണ്ട്. പിന്നെ സർഫിങ് കൈറ്റുകളുണ്ട്, വിങ് കൈറ്റുകളുണ്ട്. നമ്മളെ ഈ സർഫിങ് കൈറ്റിൻ്റെ പോലെ തന്നെ സർഫ് ചെയ്യാൻ പറ്റുന്ന ഒരു വിങ് കൈറ്റ് ഉണ്ട്, ചെറിയ ഒരു ഇതേ ഉള്ളൂ, ഒരു കൈറ്റാണ്. അപ്പോൾ കൈറ്റിൻ്റെ മേഖലയിൽ തന്നെ കൈറ്റിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആണോ? കൈറ്റിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഫുൾ ടൈം കാറ്റുണ്ടാവും, അത് ആടിക്കൊണ്ടുണ്ടാവും. അതിൽ നിന്ന് തന്നെ കറണ്ട് ഉണ്ടാക്കുന്ന കൈറ്റുകളുണ്ട്. ആ കൈറ്റിൻ്റെ മേഖല ഒരു ബിസിനസ് സംഭവമാണ്. ശരിക്കും ഗുജറാത്തിലൊക്കെ ഒരു പരിപാടി നടക്കുമ്പോൾ കോടിക്കണക്കിന് റുപ്യാണ് അവിടെ ഉണ്ടാകുന്നത്, അവിടെ റോളിംഗ് ആയിട്ട് നടക്കുന്നത്. ആൾക്കാർ ഇത് കാണാൻ വരുന്ന. ഇപ്പോൾ ലാസ്റ്റ് ജനുവരിയിൽ ബാംഗ്ലൂരിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ നമ്മളെ കൽപ്പിയെന്നൊരു ലേഡി ഡോക്ടർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, വിസിറ്റ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയുന്നത്. അപ്പോൾ ഇവർ 500 റുപ്യ അതിൽ കയറാനുള്ള ഫീസ്. ഇവർ 2 ആൾ കയറി 1000 റുപ്യാണ് അതിൽ കയറാനുള്ള ഫീസ്. അതിൽ തന്നെ ഒരു പട്ടത്തിന് തന്നെ 100 റുപ്യുണ്ട്, 100, 200 റുപ്യ, 500 റുപ്യ കണ്ടാണ്. പട്ടത്തിന് ഭയങ്കര വിലയാണ്. ഇവരതുമായിട്ട് ഇവർ ചോദിക്കുന്നത് കഴിഞ്ഞാൽ ഇവിടെ ഈ സമയത്ത് ഈ ആൾക്കാർ ഇങ്ങനെ വന്ന് പറപ്പിക്കാൻ ഇവർക്ക് എന്താണ് പ്രശ്നം, ഇവർക്ക് എന്തെങ്കിലും ഇതുണ്ടോന്ന്. അതായത് പട്ടം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണ്ടുള്ള ആൾക്കാർ നമ്മളെ സൂര്യന് നക്ഷത്രം നോക്കിയിട്ടാണ് അവർ യാത്രകളും എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ നക്ഷത്രങ്ങളും ഈ പഞ്ചാംഗം കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നിത് ഫുള്ള് നോക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് നോക്കലുണ്ടായിരുന്നു. അപ്പോൾ ഈ മുകളിലേക്ക് നോക്കൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട്. അതിനാണ് ഈ കൈറ്റിനെ ഇത്ര പ്രൊമോട്ട് ചെയ്യുന്നതും. അതാണ് ഒരു പരിപാടി വെക്കുന്നതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഈ പൈസ മുടക്കിയിട്ട് വന്നിട്ട് ഈ സ്ഥലത്ത്, ഈ കിട്ടിയ സ്ഥലത്ത് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇവർ സിറ്റിയിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ ടൈമിൽ, ഇത്രയും ടൈമിൽ ഇവിടെ പട്ടം പറത്തുന്ന ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം നമ്മൾ നാക്ക് ഇതാകുമ്പോൾ കണ്ണിന് നല്ല കാഴ്ചയുടെ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ആരോഗ്യപരമായിട്ട് കുറേ ബെനിഫിറ്റുകൾ തന്നെ കിട്ടുന്നുണ്ട്. സ്ട്രോക്കുകളൊക്കെ ഒഴിവാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് കൈറ്റ് പറത്തുക എന്നുള്ളത്. ശരിക്കും കൈറ്റ് പറത്തേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇദ്രീസ്, താങ്കളുടെ ഒരു ബാല്യകാല ജീവിതം എങ്ങനെയായിരുന്നു? അതിപ്പോൾ തുടക്കം മുതൽ നമ്മൾ ചെറുപ്പത്തിൽ നിന്ന്, ഇപ്പോൾ നമ്മളെ ജ്യേഷ്ഠ അനിയന്മാർ ഞങ്ങളെ ചെറുപ്പത്തിൽ തന്നെ പട്ടങ്ങൾ ഉണ്ടാക്കി ചുമ്മാ പറപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ജ്യേഷ്ഠനൊക്കെ വെറൈറ്റി പട്ടങ്ങൾ പേപ്പറിലൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ചുമ്മാ പറപ്പിച്ചാൽ അതേ വെച്ച് നമ്മളെ വേറൊരു വെറൈറ്റി പട്ടങ്ങൾ കണ്ടത്, നമ്മളെ ഇവിടെ നിന്ന് നമ്മളെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഒരു മിനിക്കോയ് മോഡൽ കയറ്റുണ്ട്. മിനിക്കോയ്ക്കാർ ഉണ്ടാക്കുന്ന ഒരു രീതിയുള്ള നല്ല സൗണ്ടുള്ളതാണ്. അത് ഇവരുണ്ടാക്കി പറപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അതേ മോഡലൊന്നും ഉണ്ടാക്കി കുറച്ച് പറപ്പിച്ചു. ഒരു 2008 ആ ഒരു കാലഘട്ടം. ആ ടൈമിൽ ഇതൊക്കെ പറപ്പിച്ച് ആ ഒരു ഇതിൽ പോയിട്ട് നമ്മൾ കരയിൽ മെയിൻലാൻഡിൽ പോകുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, പട്ടത്തിൻ്റെ കുറേ വെറൈറ്റി ടീം പട്ടം പറപ്പിക്കുന്നതാണ്. പിന്നെ അവരുടെ കൂടെ അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടത്, അവിടെ അവരുടെ കൂടെ വോളണ്ടിയേഴ്സൊക്കെ ആയിട്ട് അവിടെ വർക്ക് ചെയ്ത് അവിടെ ജസ്റ്റ് ഫ്ലൈ ചെയ്ത് വന്ന്. അതിന് ശേഷമാണ് ഞാൻ ആ ടൈമിൽ ഒരു 2010 ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ആയുർവേദിക്കിൽ കുരിക്കളുടെ അസിസ്റ്റൻ്റായിട്ട്, അപ്പോൾ കുറച്ച് മാർഷൽ ആർട്സ് കുറച്ച് ചെയ്തതിൽ കുരിക്കളുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ മുക്കത്തിൽ ഹൈലൈഫ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമായി. ആ ടൈമിൽ പാരാഗ്ലൈഡിൻ്റെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളി ജിമ്മിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മിൽ ഞാനും പുള്ളിയായിട്ട് കമ്പനിയാകുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈറ്റ് സർഫിങ്ങിൻ്റെ ആ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കൈറ്റ് സർഫിങ് ഈ മിലിറ്ററിയിൽ ഈ നേവിയിലൊക്കെ പഠിപ്പിക്കുന്ന രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, നമ്മളെ കണ്ണൂർക്കാരൻ. പുള്ളിയുടെ ആ ഒരു ടീമിൽ പോകുന്നത്, അവരുടെ ടീമിലാണ് ഫസ്റ്റ് നാഷണൽ ഇവൻറ്റിലൊക്കെ പങ്കെടുക്കുന്നത് അവരുടെ കൂട്ടത്തിൽ. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ ഈ വൺ ഇന്ത്യ കൈറ്റ് ടീം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോഴിക്കോട് ആണ് അവരുടെ ആസ്ഥാനം. അവർ അത് ഇപ്പോൾ 28 സ്റ്റേറ്റിലും അവരുടെ ആൾക്കാരുണ്ട്. അതായത് ഇന്ത്യയിലെ ഏകദേശം സ്ഥലത്തെല്ലാം ഇവരുടെ ടീമുണ്ട്. ഇവർ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. 30-35 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. അത്രയും മുമ്പ് വന്ന അവർ ഫേസ്ബുക്കിലൂടെ നമ്മൾ ആ നാഷണൽ പരിപാടിയിൽ കണ്ടപ്പോൾ മൂപ്പർ ഫേസ്ബുക്കിലൂടെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു.
പിന്നെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ തിരുവനന്തപുരത്തുള്ള പരിപാടിക്ക് നമ്മളെ ക്ഷണിക്കുന്നത്. ഞങ്ങൾ 2 ആൾ പോകുന്നത്. അത് കാസർഗോഡ് വരെ ഉള്ളായിരുന്നു. കണ്ണൂരെത്തിയപ്പോൾ നോമ്പിൻ്റെ മാസം കണ്ട് അതോടെ പരിപാടി അവിടെ സ്റ്റോപ്പായി. പിന്നെ എല്ലാവരും ഓരോ വഴിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു നാഷണൽ പ്രോഗ്രാം എപ്പോഴായിരുന്നു അനൗൺസ് ചെയ്യുന്നത്? നാഷണൽ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത് ഇപ്പോൾ ബേപ്പൂർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ബേപ്പൂർ ഫെസ്റ്റിവലിൽ നമ്മളെ 4 ലൈൻ കൈറ്റ് ഉണ്ട്, മറ്റേ പവർ കൈറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ ടൈമിൽ അതിൽ വിൻഡ് വന്ന് ശരിക്കും കുടുങ്ങി കഴിഞ്ഞാൽ ഒരു 250 കിലോ വരെ വലിച്ചുകൊണ്ട് പോകുന്ന നല്ല പവർ കൈറ്റാണ്. അപ്പോൾ അത് കാറ്റിൽ നല്ലോണം ആ ഒരു ടൈമിൽ, കാറ്റുള്ള ടൈമിൽ തന്നെ അത് സിമ്പിളായിട്ട് കളിച്ച് പോകണം. ആ ഒരു ഇത് നമ്മൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് അവിടെ നിന്ന് ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ഇത് ചെയ്യുന്നത്, അടുത്ത പരിപാടിക്ക് ഇതാക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഫെഡറേഷനിൽ, ഇപ്പോൾ ഫെഡറേഷൻ്റെ ഇതിലാണ് നമ്മൾ മറ്റേ കൈറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ആ ഫെഡറേഷൻ്റെ ഇതിൽ തന്നെ ബെൽഗാമിൽ ഒരു സ്കൂളിൽ പരിപാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചാർലിയും പിന്നെ നമ്മളെ കൂടെ ഹന്ന, അങ്ങനെ 2 ലേഡീസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരാളുണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് പരിപാടി സ്കൂളിൽ നടത്തുന്നത്. ആ സ്കൂളിൽ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്കൂളിൽ തന്നെ ഒരു ഇവൻറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്കൂള് തന്നെ ഒരു വിൽക്കാൻ പോയ സ്കൂളാണ്. അതൊരാളെടുത്തിട്ട് വാങ്ങിച്ചിട്ട് അയാൾ തന്നെ സ്കൂള് നടത്തുന്നതാണ്, അയാൾ ചിലവിൽ നടത്തുന്നത്. അപ്പോൾ അയാൾ ആ സ്കൂളിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട്, കളറാക്കാൻ വേണ്ടിയിട്ട് കൈറ്റിൻ്റെ ഒരു ഇവൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഉഷാറായിരുന്നു അവിടെ പരിപാടി. അത് ഈ ഫെഡറേഷൻ്റെ ഭാഗമായിട്ട് പോയതാണ്? അത് ഫെഡറേഷൻ്റെ ഭാഗമായിട്ട് പോയത്. അപ്പോൾ ഈ വൺ ഇന്ത്യ കൈറ്റ് ഉണ്ടല്ലോ, ഇത് ഒരു ടീമാണോ? ഇത് ലക്ഷദ്വീപിൽ കൈറ്റിന് ടീം ഉണ്ടാവുമല്ലോ, ആ ടീം എങ്ങനെയായിരിക്കും ഫോം ചെയ്തത് നിങ്ങൾ? ലക്ഷദ്വീപ് കൈറ്റ് ടീം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് കണ്ണൂർ കൈറ്റ് ടീമിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഈ കണ്ണൂർ കൈറ്റ് ടീമും പിന്നെ വൺ ഇന്ത്യ കൈറ്റ് ടീം ഇങ്ങനെ സെപ്പറേറ്റ് ടീമുകൾ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ദ്വീപിലൊരു ടീം ഉണ്ടായിക്കൂടാണ്. അങ്ങനെ ഞങ്ങൾ ലക്ഷദ്വീപ് കൈറ്റ് ടീം എന്ന് പേരിട്ട്, പിന്നെ നമ്മൾ കുറേ ആൾക്കാരെ ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹെലിപ്പാഡിലും സൗത്ത് സ്കൂളിലെ ബീച്ചിലൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെല്ലാം കൂടിയിട്ട് നമ്മളൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു നമ്മളെ കിൽച്ചണിൽ മാത്രം ഒതുങ്ങുന്നൊരു ടീം. അതിനുശേഷം നമ്മൾ ഈ ഗാന്ധി ജയന്തിയിലെ ഗാന്ധി ജയന്തിക്ക് ഞങ്ങളൊരു പരിപാടിക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോണി ജെറ്റ്ലാൻഡിനെ കൊണ്ടുവന്നിട്ട് കൈറ്റ് മാൻ ഓഫ് വേൾഡ് എന്ന് അങ്ങനെ ആണ് അറിയപ്പെടുന്നത്. അപ്പോൾ പുള്ളിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേൾഡ് മൊത്തമായിട്ട് അറിയുകയും ചെയ്യും. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം കൂടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ പരിപാടി നടക്കാൻ പറ്റുമെന്നുള്ള ഇതിലായിരുന്നു നമ്മൾ അന്ന് മൂവ് ചെയ്ത്. ഇപ്പോൾ ടോണി ജെറ്റ്ലാൻഡിൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട്, മറ്റേ ഇന്ത്യൻ വിസ എല്ലാം അയച്ചു തന്നു. അപ്പോൾ നമ്മളിത് കൊടുത്തപ്പോൾ അന്നത്തെ ADM പറഞ്ഞ് നിങ്ങൾ പുള്ളിയുടെ വിസ കൊണ്ടുവന്നാൽ മതി, നമ്മൾ പെർമിറ്റ് അടിച്ചു തരാമെന്ന് പറഞ്ഞു. പെർമിറ്റ് അടിക്കാൻ വേണ്ടി കൊടുത്തപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ ഗാന്ധി ജയന്തിക്ക് ഒരു ഗ്രാൻഡ് പരിപാടി നടക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിങ്ങളിവിടെ കവരത്തിയിൽ ചെയ്താൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ ആ കവരത്തിയിൽ ചെയ്യാം. അപ്പോൾ കവരത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് റെഡിയാകുമ്പോഴാണ് 10 ദ്വീപിൽ നിന്ന് നമ്മൾ ഒരു ടീമിനുണ്ടാക്കി. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ടീമിനുണ്ടാക്കി. അവരെല്ലാം കൂട്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അവിടെ ഒരു പരിപാടിക്ക് നമ്മൾ പങ്കെടുത്ത്. അന്ന് തന്നെ നമുക്ക് ഫണ്ട് ഇതാക്കുന്നത് തന്നെ നമ്മൾ ഇപ്പോഴത്തെ BJP പ്രസിഡന്റിൽ കാശ്മീർ സാറാണ് ഫണ്ട് ഇത് തരുന്നത്. അതായത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഫണ്ട് തരുന്നത്. അന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ഇത്ര ആളെ കൊണ്ടുപോയി അവിടെ നിർത്തണമല്ലോ, ആ ഒരു രീതിയിൽ പിന്നെ ഞങ്ങൾ ആ പരിപാടി ഞങ്ങൾ നടത്തി. അതിൻ്റെ എല്ലാം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയോ? ഇല്ല, ടോണി ജെറ്റ്ലാൻഡിനെ പിന്നെ കൊണ്ടുവരുന്ന പരിപാടി അവിടെ നിന്നുപോയി. അതായത് നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ പരിപാടി നടത്തിയതിൽ നമുക്ക് നമ്മളെ ക്ഷണിക്കുന്ന ADM ആണ്. അന്ന് നമ്മളെ ടീം മാനേജർ അലി അസറിലെ ഡോക്ടർ അലി അസറായി പുള്ളിക്കാരനുമായിട്ട് ആണ് ഇത് ചെയ്യുന്നത്. പുള്ളി എന്ത് ചെയ്തു, ആ ഇത് കഴിഞ്ഞിട്ട് ഈ പരിപാടി നടക്കുന്നതിന് മുമ്പിന് പുള്ളി ഗുജറാത്തിൽ പഠിക്കുന്ന സമയം പുള്ളി അങ്ങോട്ടും പോയി. അതിൻ്റെ നേരെ ബാക്കിലാണ് ഈ ഇവിടുന്ന് ഈ ADM പോയിട്ട് അഗത്തിയിലെന്തോ ആക്സിഡൻ്റ് ആയിട്ട് പുള്ളി ആ പോക്ക് പോയി. പിന്നെ ആ ADM ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടില്ല. പിന്നെ ഇതിന് ശേഷം എന്തായിരുന്നു കോവിഡിൻ്റെ ഇത് വരുന്നത്, അത് നിന്നുപോയി. കാരണം ആ ഇതിൽ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്തൊരു ഇവൻ്റ് പോലെയാണ് ശരിക്കും അതുള്ളത്. അന്ന് ആ ഇവൻറ്റിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ച 10 ലക്ഷം റുപ്യ എങ്ങാണ്ട് ഉണ്ടായിരുന്നു കൈറ്റിന് വേണ്ടിയിട്ട് അവർ അഡ്മിനിസ്ട്രേഷൻ എസ്റ്റിമേറ്റ് ഇട്ട്.
അത് ഞങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ തന്നെ ഇവിടെ എന്താണ് സ്മാർട്ട് സിറ്റിയിൽ പെൻഡിങ് ആണ്. പക്ഷേ അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തില്ല, ഇവിടെ ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. കാരണം നമ്മൾ ക്ഷണിച്ചതിനുള്ള ഇത് വേണം, ഇത് പൈസ തരണമെങ്കിൽ അതിന് നമ്മൾ പരിപാടി നടത്തിയല്ലോ അത് കിട്ടാണ്ട് പോയി. ഇനിയിപ്പോ നിങ്ങളിപ്പോ പരാജയപ്പെട്ടു, ഒരു ഇന്റർനാഷണൽ കൈറ്റിന്റെ ഒരു പ്രോഗ്രാം കിൽത്താനിലൊരു സ്ഥലം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ടോണി ജെറ്റിലിനെ പോലെയുള്ള ആൾക്കാരെ കൈറ്റ്മാനെയൊക്കെ കൊണ്ടുവന്നിട്ട് വലിയൊരു പ്രോഗ്രാം നടത്താനായിട്ട് ഒരുങ്ങിയല്ലോ. അപ്പോൾ അതിപ്പോൾ പരാജയപ്പെട്ടു പോയി. ഇനിയിപ്പോൾ അത് നടത്താനുള്ള എന്തെങ്കിലും ഒരു ശ്രമം നിങ്ങൾ നടത്തും? ഇനിയിപ്പോൾ കൈറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും മറ്റേ ലക്ഷദ്വീപ് കൈറ്റ് ടീമും കൂടിയിട്ട് പുതിയ രീതിയിലുള്ള മറ്റേ അഡ്വാൻസ് ആയിട്ടുള്ള കൈറ്റ് സർഫിങ്ങും എല്ലാം കൂട്ടിയിട്ട് ഇൻക്ലൂഡായിട്ട് ഒരു കൈറ്റ് ഫെസ്റ്റിവൽ നടത്തണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാലമായി ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ അതിൻ്റെ കുറേ സാങ്കേതിക തടസ്സങ്ങൾ നമ്മളവിടെ ഉണ്ടല്ലോ. അതായത് നമുക്ക് എല്ലാം എത്തിപ്പെടാനും എല്ലാം കൊണ്ടും ഒരു ഇതുണ്ട്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ഒന്ന് ക്ലിയറായി വരുന്ന ഒരു പിക്ചറിലാണ് നമ്മളുള്ളത്. അപ്പോൾ അടുത്ത് നല്ലൊരു പ്രപ്പോസൽ റെഡി ആക്കിയിട്ടുണ്ട്. അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഇതാണ്. ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കാൻ പറ്റും. ഇപ്പോൾ താങ്കളല്ലേ ഈ കൈറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ലക്ഷദ്വീപിലെ. ഇപ്പോൾ താങ്കൾ വൺ ഇന്ത്യ കൈറ്റിൻ്റെ നാഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു യാത്രയിൽ, ഇന്തോനേഷ്യയിലേക്കുള്ള ഈ ഒരു യാത്രയിൽ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റും ഈ കൈറ്റ് ഫെഡറേഷനുമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരം പ്രപ്പോസലുകൾക്ക് കൂടുതൽ വേഗത വരുത്താനും പറ്റില്ലേ? അത് പറ്റും. ഇപ്പോൾ നമ്മളെ ഫെഡറേഷനിൽ തന്നെ ഇപ്പോൾ ഇന്റർനാഷണൽ കോർഡിനേറ്റർ ഷാഹിർ മന്നികൾ ഉണ്ട്. അപ്പോൾ അവരും പിന്നെ ക്യാപ്റ്റൻ അബ്ദുള്ള മാളിയേക്കൽ, പുള്ളി ഇന്റർനാഷണൽ കോച്ചുമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റും. മെയിനായിട്ട് താങ്കൾ ഈ കൈറ്റിൽ തന്നെയാണോ ഫോക്കസ് ചെയ്യുന്നത്? മെയിനായിട്ട് കൈറ്റിൽ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇത്രയും ഇതായി പോകുന്നത്. അതായത് ഇപ്പോൾ 18 വർഷമായി നമ്മളിപ്പോൾ കൈറ്റ് ഫീൽഡിലുണ്ട്. പക്ഷെ ആ സെയിം ടൈമിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഫിറ്റ്നസിൻ്റെ ഫീൽഡിലുണ്ടായി, പിന്നെ ഈ മാർഷൽ ആർട്സിൻ്റെ ഫീൽഡിലുണ്ടായി. അപ്പോൾ ഓരോന്നിലേക്ക് ഇങ്ങനെ കൈവെക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡിലേ ആയി പോകുന്നത്. കാരണം ഇപ്പോൾ ഗാന്ധി ജയന്തിയുടെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ കൈറ്റിൻ്റെ ഇതിലേക്ക് വരുന്നത് വേറെ ഒരു ടൈമിലാണ്. അതിൻ്റെ ശേഷം വേറെ ഫീൽഡിലാണ്. അതായത് ഈ മീനിൻ്റെ പരിപാടി, മീൻ കൃഷിയൊക്കെ ഉണ്ട്. ആ ഒരു ഓർണമെൻ്റൽ ഫിഷിൻ്റെ ആ ഒരു ഇതിലേക്കാണ്. പിന്നെ PMOMSയുടെ സ്കീമെല്ലാം എടുത്തിട്ട് നമ്മൾ മറൈൻ ഓർണമെൻ്റൽ ഫിഷിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടായി. അപ്പം അങ്ങനെ അതായത് നമ്മളെ ദ്വീപിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ കളിക്കുന്ന ആളാണെങ്കിൽ തന്നെ ക്രിക്കറ്റും കളിക്കും, ഫുട്ബോളും കളിക്കും, വോളിബോളും കളിക്കും. അതേപോലെ ഒരു അവസ്ഥയാണ് നമ്മൾ. ഈ കൈറ്റ് എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ പറഞ്ഞു 18 വർഷമായിട്ട് കൈറ്റിൻ്റെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിൽ വരുന്ന എന്താണ് ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള? കൈറ്റ് മാത്രം അധികം വരുന്നത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മളെ ബീച്ചിൽ ഇപ്പം പിന്നെയും ബീച്ച് കുറച്ചൊക്കെ വൃത്തിയുണ്ട്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു സാധനം ഉണ്ടാക്കി നമ്മളിപ്പോൾ ഈ നിലത്ത് തന്നെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് തുന്നി റെഡിയാക്കിയ കൈറ്റ് തന്നെ ഒരു 2 ദിവസം കൊണ്ടുപോയിട്ട് നമ്മൾ ബീച്ചിൽ പുറത്തുമ്പോഴേക്ക് തന്നെ അതിൽ കുരലി അതെല്ലാം പൊട്ടിട്ട് സംഭവം കീറിപ്പോലുണ്ട്. അതിൽ തന്നെ നല്ലൊരു നഷ്ടം വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ടാണ് നമ്മളിപ്പോൾ കൈറ്റ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാത്ത അവസ്ഥയിലാണ്, മെയിൻ ലാൻഡിലാണ് വെക്കുന്നത്. ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് നല്ലോണം വരുന്നുണ്ട്. ഈ യാത്രകളൊക്കെ വരുമ്പോൾ ഈ പല സ്ഥലങ്ങളിലും പങ്കെടുക്കാൻ പോകുമ്പോൾ അതിന്റെ ഒരു ഫിനാൻസ് എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? പോകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കണം. ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് സ്പോൺസർഷിപ്പിന് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. കാരണം ആ സമയത്തെല്ലാം നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ പോകലായിരുന്നു. പക്ഷെ ഇത് ആലോചിക്കുന്ന ടൈം ഇല്ലായിരുന്നു. ഇത് വലിയൊരു പ്രോഗ്രാമാണ്. പിന്നെ നമ്മളെ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന പരിപാടിയിൽ അധികവും സർക്കാർ ലെവലിൽ നടത്തുന്ന പരിപാടിക്ക് അവർ തന്നെ ടിക്കറ്റ് നമുക്ക് അയച്ചു തരും. ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തരും, ട്രെയിൻ ആണെങ്കിൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് അയച്ചു തരും. അതെടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ 4 ആൾ കഴിഞ്ഞ വർഷം, എൻ്റെ മുറ്റത്തെ വർഷം ഞങ്ങൾ 4 ആൾ ഫ്ലൈറ്റിലായിരുന്നു പോയത്. കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോയിട്ട് പരിപാടി നടത്തി വന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ടിക്കറ്റ് അവർ തന്നെ അയച്ചു തന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഫെഡറേഷൻ്റെ ഒരു യാത്രയാകുമ്പോൾ ഫെഡറേഷൻ്റെ യാത്രയാകുമ്പോൾ ഇപ്പോൾ അധികം ആൾക്കാരെന്ന് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ ഭാഗത്തു നിന്ന് ഇപ്പോൾ 12 ആൾക്കാരുണ്ട്. 12 ആളും 12 സ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഏതെല്ലാം രീതിയിൽ സ്പോൺസർഷിപ്പ് വാങ്ങിക്കാൻ പറ്റും. കാരണം ഇതിൽ
ഈ ഒരു ടൈമിലാണ് അവർക്ക് ആ സ്പോൺസർഷിപ്പ് വെച്ചിട്ട് പുതിയ കൈറ്റുകൾ വാങ്ങാനും പുതിയ അഡ്വാൻസ് സാധനങ്ങൾ വാങ്ങാനും. ഇപ്പം കൈറ്റിൻ്റെ നൂലിനാണ് വില ഉള്ളത്. ഇപ്പോൾ കൈറ്റ് സർഫിങ്ങിൻ്റെ കൈറ്റിനേക്കാളും വില കൂടുതൽ അതിൻ്റെ നൂലിനാണ്. നൂലിന് തന്നെ നല്ല സംഖ്യ വരും. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകൾ കണ്ടെത്താൻ പറ്റിയ ഒരു ടൈമുമാണ് ഇതിൽ. അപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നോ, ലക്ഷദ്വീപിൽ പല പല ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ആണോ സ്പോൺസർഷിപ്പ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അവിടെ നിന്ന് സ്പോൺസർഷിപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നമ്മൾ ഓൾറെഡി എല്ലാവർക്കും ഇത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആരാ എവിടെ നിന്നാ കിട്ടുക എന്നുള്ളത് നമുക്ക് അറിയില്ല, വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ പരിപാടി കാണുന്നുണ്ടാവും കുറേ പേര്. അപ്പോൾ എനിക്ക് 12 ആളല്ലേ നിങ്ങളുടെ ഒരു ടീമിൽ? ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്തോനേഷ്യയിലേക്ക് പോകുന്ന ജോഗ്ജ ഇന്റർനാഷണൽ ഈ കൈറ്റ് ഫെസ്റ്റിവൽ ആൻഡ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇദ്രീസിനെ സെലക്ട് ചെയ്യപ്പെടുന്നത്. അത് നമുക്ക് ഒരു അഭിമാന നിമിഷമാണ്. കാരണം ലക്ഷദ്വീപിൽ നിന്ന് ഒരാൾ 12 അംഗ ടീമിൽ 140 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകുന്ന ഒരു ടീമിൽ 12 അംഗ ടീമിൽ അതിലൊരാൾ ലക്ഷദ്വീപുകാരനാണ്. അതിൽ നമുക്ക് ഓരോ ആൾക്കും അഭിമാനിക്കാം. അപ്പോൾ അവർ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ അത് മറികടക്കാൻ പറ്റണം. നമുക്ക് അദ്ദേഹത്തെ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ ഒരു ലക്ഷദ്വീപിന് തന്നെ അഭിമാനമാണ്. കാരണം ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ 18 വർഷം അദ്ദേഹം നടത്തിയ നീണ്ട യാത്രയാണിത്. ഈ ഒരറ്റം നൂലിൻ്റെ ഒരറ്റം പിടിച്ച് പട്ടം പറപ്പിച്ച് അങ്ങനെ പട്ടം പറപ്പിച്ച് പോയി അദ്ദേഹം ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോവുകയാണ്, രാജ്യത്തെ പ്രതിനിധീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്തോനേഷ്യയിൽ നടക്കുന്ന ഈ ഒരു ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നാളെ നമ്മുടെ തുരുത്തുകളിൽ നടത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിന് അദ്ദേഹം ഒരു എഫേർട്ട് നടത്തിയതാണ്, അത് പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇത്തരം വ്യക്തികൾ എന്തായാലും അവർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അവർ ഉയർന്നു വരേണ്ടത് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ കൂടെ അതിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആൾക്കാർ പുറത്തേക്ക് പോകുന്നു, പുതിയ സംരംഭങ്ങളുമായിട്ട് വീണ്ടും കടന്നു വരുമ്പോൾ അപ്പോൾ എന്തായാലും താങ്കൾ സഹായിക്കാതിരിക്കില്ല. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും താങ്കൾക്ക് വേണ്ട ഒരു പിന്തുണ നൽകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതുപോലെ ഒളിമ്പിക്സിൽ തന്നെ കൈറ്റ് സർഫിങ് ഉണ്ടാണ്. അപ്പോൾ ഈ അടുത്ത കാലമാണ് കൈറ്റ് സർഫിങ് ഒളിമ്പിക്സിൽ വരുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഗ്രൗണ്ടും കൂടിയാണ് നമ്മളെ ലക്ഷദ്വീപിലെ മറ്റേ ലഗൂൺസ്. അപ്പോൾ അതേപോലത്തെ ഇവന്റുകൾ ഇവിടെ വരും ഭാവിയിൽ. അതെന്താ അങ്ങനെ പറഞ്ഞ ഒളിമ്പിക്സിൽ കൂടുതൽ സാധ്യത ലക്ഷദ്വീപിനുണ്ടെന്ന് എന്തിനാണ്? ഒളിമ്പിക്സിന്റെ ഒരു ഗ്രൗണ്ട്, അതായത് കൈറ്റ് സർഫിങ്ങിന്റെ ഒരു ഒളിമ്പിക്സ് ലെവലിലുള്ള ഒരു കോമ്പറ്റീഷൻ നടത്താൻ പറ്റിയ ഒരു ലഗൂണും വരെ നമ്മളെ അവിടെ ഉണ്ട്. നമ്മുടെ ദ്വീപിൽ വലിയ ലഗൂണുള്ള ഇതുണ്ട്. അപ്പൊ ഭാവിയിൽ അതിന്റെ ഒളിമ്പിക്സിന്റെ തന്നെ ഒരു ഗ്രൗണ്ട് തന്നെ ആക്കാൻ പറ്റും. കൈറ്റ് സർഫിങ്ങിന്റെ ഒരു കോമ്പറ്റീഷൻ ഇവിടെ വെക്കാൻ പറ്റും. അത്രയും സാധ്യതകളുണ്ട്. അത്രയും ആൾക്കാർ ഒരു ഒളിമ്പിക്സ് നടക്കുമ്പോൾ ആ നടക്കുന്ന ഏരിയയിൽ എത്ര കോടി ഉറുപ്പിന്റെ പരിപാടിയാണ് നടക്കുന്നത്. അതിന്റെ ബെനിഫിറ്റ് നമ്മളെ എല്ലാവരും ആവും. അതിൽ വാട്ടർ സ്പോർട്സിന്റെ ഏറ്റവും നല്ല ഒരു ഗ്രൗണ്ടാണ് നമ്മളെ ദ്വീപിൽ. അതിൽ വാട്ടർ സ്പോർട്സിന്റെ മത്സരങ്ങൾ വന്നാൽ അതിന്റെ ബെനിഫിറ്റും കിട്ടും. അപ്പോൾ ആ മേഖലയിൽ മത്സരങ്ങളും കാര്യങ്ങളും വരുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ താങ്കളിപ്പോൾ 18 വർഷം പട്ടം പറത്തി എന്നിട്ട് അവസാനം ഇപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ താങ്കൾക്ക് ഈ പുതിയ ഒരു ജനറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഈ മേഖലയിലോട്ട് കടന്നു വരാനുള്ള എന്ത് പ്രചോദനമാണ് അവർക്ക് നൽകാനുള്ളത്? മാക്സിമം സ്വപ്നങ്ങൾ കാണുക. അത് എന്തായാലും എന്ത് പരിപാടിയായാലും ആ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം 1 മണിക്കൂറോ അരമണിക്കൂറോ അങ്ങനെ അതിനായിട്ട് മാറ്റി വെക്കുക. ഒരാൾ പറയുന്നത് കേട്ടോ, എന്താണ് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക. പക്ഷെ അതിൽ ഒരു ഇതുണ്ടാവണം, ഒരു എയിം ഉണ്ടാവണം, എന്തെങ്കിലും അതിൽ തന്നെ വിന്നാവും. ഉറപ്പായിട്ടും ആ ഒരു ഗോളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നമ്മളിവിടെ തന്നെ ഇപ്പോൾ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുക. ഇപ്പോൾ ഒരു 2 വർഷം ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമുക്ക് അതിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തതിൽ ചെയ്യുന്നത്. എന്നാലും ഇത് ഉണ്ടാവണം, ഏതിലാണ് ക്ലച്ച് പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ലക്ഷദ്വീപിന്റെ ഒരു സാഹചര്യം. കാരണം ഞങ്ങൾ 2010 ജിമ്മ് കൊണ്ടുവന്നു. ആ സമയത്ത് നമ്മൾ നോക്കിയെന്ന് കഴിഞ്ഞാൽ ജിമ്മ് കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മൾ കേരള ചാമ്പ്യൻഷിപ്പിൽ തന്നെ പോയിട്ട് നമ്മൾ പങ്കെടുക്കുന്നത്. കാരണം നമ്മൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ഷോയിന് മാത്രം എന്ത് ചെയ്യുന്നു, നമ്മൾ കയറി പങ്കെടുക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതേപോലെ നമ്മളെവിടെ ഉണ്ടാക്കണം എന്നുള്ള നമുക്കൊരു തോന്നലുണ്ടായിരുന്നു. നമ്മൾ അവിടെ വന്ന് ജിമ്മ് 2010 കൊണ്ടുവന്ന് ഇവിടെ തുടങ്ങി. അന്ന് ആൾക്കാർക്കും അറിയില്ല ജിമ്മ്. അങ്ങനെ പോയി. ആദ്യത്തെ ദിവസം ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു.
പറയുന്ന നമ്മളോടാണ് അവർ വന്നിട്ട് ഇങ്ങോട്ട് ക്ലാസ് എടുക്കും, നമ്മൾ കേട്ടിരിക്കാനല്ല വേറെ വഴിയില്ല. പിറ്റേ ദിവസം അവർ പോയിട്ട് കിടക്കും. പിന്നെ ജിമ്മ് വേണ്ട പരിസ്ഥിതി വരില്ല. ഇങ്ങനെ പോയി ജിമ്മ് കൂടി പോയി. പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കവരച്ചിയിൽ, അതായത് ക്യാപിറ്റൽ ജിമ്മ് കിട്ടുകയാണെങ്കിൽ നമുക്ക് 10 ദ്വീപിലും അന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മാൻമാരുണ്ടല്ലോ, ഇവരെ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റിയ ടീമുണ്ട്. അവരെ കൊണ്ടുവന്നിട്ട് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റും കൊടുക്കാൻ, നമുക്ക് ഇവിടെ കോഴ്സും കൊടുക്കാൻ പറ്റും, കണ്ടക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂസ് ഷിപ്പിൽ ഒരുപാട് സാധ്യതകളുണ്ടാണ്. ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റിയ ആ ഒരു മേഖലയ്ക്ക് ഇഷ്ടംപോലെ ടീമിനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ നോക്കുമ്പോൾ അത് എവിടെ എത്തുന്നില്ല. കാരണം നമ്മളെ ഒരു കാര്യം പോകുമ്പോൾ ഇപ്പോൾ ഉള്ള നമ്മളെ ജംഹർ സാറാണ് അന്നത്തെ ഡയറക്ടർ. അപ്പോൾ മൂപ്പർ നോക്കിയിട്ട് നിങ്ങളാണ് ഇതിൻ്റെ ഫിറ്റ് ആള്. അവരെ വിളിച്ച് അവരോട് ചോദിച്ച് ചൂടായി കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ എടുക്കേണ്ടത് നിങ്ങൾ എന്താ ആറാറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, PT കളിക്കാനാണോ മറ്റേ എന്താണ് ഈ BP ഒക്കെ വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ജിമ്മിൻ്റെ ആൾക്കാർ, ജിമ്മിൻ്റെ ഇത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പോയി. പിന്നെ ഒരു ദിവസം പുള്ളി, ഞാൻ നടന്നു വരുമ്പോൾ പുള്ളിയെ കണ്ട്. അപ്പോൾ ഞാൻ പോട്ടേന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു മിനിറ്റ്, അതായത് ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അത് നിങ്ങൾ അടിയെന്ന് പൊളിറ്റിക്കലി നിങ്ങൾ ട്രൈ ചെയ്താലാണ് നടക്കുക. കാരണം നമുക്ക് പൊളിറ്റിക്കലി വലിയ ഇതില്ല, അതുകൊണ്ട് നമുക്ക് ആ ഇത് വിട്ട്. പിന്നെ അതിൽ കുറേ റിസ്ക് എടുത്തൊന്നും അത് നടന്നില്ല. എനിക്ക് തോന്നുന്നു അതായത് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ കുറേ കുട്ടികളെ എന്ത് ചെയ്യാൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. കാരണം എൻ്റെ കൂടെ കളിച്ചതെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ കൂടെ കളിച്ച ആളാണ് മുസദ്ദിഖ് മൂസ. അത് വേൾഡ് ഫേമസ് ആണ്. പുള്ളി ഏകദേശം മറ്റേ മിസ്റ്റർ യൂണിവേഴ്സ് വരെ അടിച്ച് വന്നതാണ്. മൂപ്പര് തന്നെ കാലിഫോർണിയ എന്ന് പറഞ്ഞിട്ട് ഒരു ജിമ്മുണ്ട് ഇപ്പോൾ മറ്റേ കേരളത്തിൽ കൊച്ചിയിൽ ഉണ്ട്. അതിൽ അത്രയും ടോപ്പ് സാധനം ഇപ്പോൾ ഇന്ത്യയിലേ വന്നിട്ടുണ്ടാവില്ല. അത്രയും ടോപ്പ് സാധനമാണ് മൂപ്പരുടെ. ഇവരെല്ലാം വെച്ചിട്ട് ആ ബന്ധങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇങ്ങനെയുള്ള കോഴ്സുകൾ, അതായത് ഇൻ്റർനാഷണൽ കോഴ്സുകൾ അവിടെ ഇതുള്ള കോഴ്സുകൾ കൊടുക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ISSയുടെ കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ ഇൻ്റർനാഷണൽ സ്പോർട്സ് സയൻസ് അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ എടുക്കാൻ പറ്റിയാൽ വിടാൻ പറ്റും. പക്ഷേ എൻ്റെയൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവർ മതപരമായ ഒരു രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ മേഖല ഒന്നും ഇതില്ല. പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് വേറെ ആൾ അയക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും കാര്യങ്ങൾ നടന്നില്ല. പക്ഷേ ഇപ്പോൾ കൈറ്റിലാണ് കുറച്ചൊക്കെ പരിപാടിയിൽ നടന്ന് ഇനി ഇതിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2010 എന്നൊക്കെ പറയുമ്പോൾ കവരത്തിയിലൊന്ന് ജിമ്മുണ്ടോ? 2010 കവരത്തിയിൽ ജിമ്മുണ്ട്. ഇപ്പോൾ 16 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അന്ന് നമ്മൾ കൊണ്ടുവന്നു ഒരു ജിമ്മ് അങ്ങനെ തന്നെ കലക്കി കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ജിമ്മിൽ തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ജിമ്മ് ഗവൺമെന്റിലേക്ക് നമ്മൾ കൊടുത്തു. എന്തായാലും കൈറ്റിൽ ഒരു നല്ലൊരു സാധ്യത ഇപ്പോൾ താങ്കൾ കാണുന്നുണ്ട്. താങ്കൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് കൊണ്ടല്ലേ? കൈറ്റിൽ അത് കണ്ടിന്യൂസ് ഇങ്ങനെ പോയതുകൊണ്ട് വല്ലാതെ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടും നമ്മൾ അതിന് വന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൈറ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പറപ്പിക്കാനും ഇത് ചെയ്യാനും. നമ്മൾ ഏത് വെയിലത്തായാലും കൈറ്റ് കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ടൈം പോകുന്ന അറിയില്ല, ആ ഒരു നിൽക്കുന്ന സ്ഥലം പ്രത്യേക ആനന്ദം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ ലക്ഷദ്വീപിൽ ടൂറിസമാണല്ലോ ബൂമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്കളിപ്പോൾ ഈ ഇത്രയും കാലം പട്ടം പറപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഐലൻഡായ കിൽത്താനിലാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നാണ് താങ്കൾ ഉയർന്നു പോയേക്കുന്നത്. അപ്പോൾ ഈ ദ്വീപിൽ എത്രത്തോളം സാധ്യതകളുണ്ട് ഈ പാരാഗ്ലൈഡിങ്? ഇപ്പോൾ കൈറ്റ് തന്നെ താങ്കൾ പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്താനുള്ള ഒരു സ്പോട്ട് തന്നെ കിൽത്താനിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ സാധനങ്ങൾക്കാണ് ഇവിടെ സാധ്യതകളുള്ളത്? അതായത് കൈറ്റിൻ്റെ ഇതിന് സാധ്യത ഉണ്ട് ഇപ്പോൾ ഒന്ന്. പിന്നെ കൈറ്റ് സർഫിങ്ങിന് പറ്റിയ സാധ്യതകളുണ്ട്. പിന്നെ പാരാഗ്ലൈഡിങ്ങിനുള്ള സാധ്യതകളുണ്ട്. പിന്നെ സാധാ നമ്മളെ ഒറ്റനൂൽ പട്ടം ഉണ്ടല്ലോ, അതിന് പറ്റിയ സാധ്യതയുണ്ട്. കാരണം ഈ വരുന്ന ഫോറിനേഴ്സും അതേപോലെ ഉള്ള ആൾക്കാരും, അതായത് കുറേ ആൾക്കാർ വെയിൽ കൊള്ളാനായിട്ട് വരുന്നു. നമ്മൾ വെയിൽ കൊള്ളാനിരിക്കുന്നു. അതായത് ഇപ്പോൾ ITA മേഖലയിലുള്ള ആൾക്കാരെല്ലാം വല്ലാതെ ഒന്നും വെയിൽ കൊള്ളില്ല, ഫുൾ ടൈം AC ഇരിക്കുന്ന. അപ്പോൾ അവർ വെയിൽ കൊള്ളാനായിട്ട് വരുന്ന. അപ്പോൾ അവർക്ക് ചുമ്മാ വെയിലത്ത് നടന്നിട്ട് കാര്യമില്ല, അവർക്ക് ഒരു പട്ടം കൊണ്ട് നിന്നാലും അവർ പറപ്പിച്ചോളും. അങ്ങനെയുള്ള കുറേ സാധ്യതകൾ ഉണ്ട് ലക്ഷദ്വീപിൽ. അതേപോലെ നമ്മളെ നാട്ടിൽ തന്നെ ഡൈവിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടാണ് ഷിപ്പ്രക്ക്. പിന്നെ അതേപോലെ തന്നെ ഈ
അവിടെ തന്നെ വിങ് കൈറ്റ് സർഫിങ്ങിൻ്റെ ഇത് നടത്തുക. അതിൻ്റെ നേരിപ്പം തന്നെ നമ്മളെ കുളിക്കരൻ്റെ ഏരിയയിൽ അവിടെ തന്നെ സർഫിങ്ങിൻ്റെ ഇത് നടക്കുക. പിന്നെ തെക്ക് ഭാഗത്ത് തന്നെ സർഫിങ്ങിൻ്റെ നല്ലൊരു സ്പോട്ടാണ്. വേവ്സ് ഉള്ള സ്പോട്ടാണ്. വേവ്സ് ഉള്ള സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ആൾക്കാർക്ക് ഭയങ്കര ഇതാണ്, ക്രൈസാണ്. അതിന് പറ്റിയൊരു സ്പോട്ടാണ് നമ്മളെ തെക്ക് ഭാഗത്തുള്ളത്. പിന്നെ പറഞ്ഞാൽ ഈ കൈറ്റ് സർഫിങ്ങിന് പറ്റിയ ലഗൂണുമാണ് നമ്മൾ. ഇത്രയേറെ സാധ്യതകൾ ഇവിടെ കിടക്കുന്നതാണ് താങ്കൾ പറയുന്നത്. ഇത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വളരാൻ പറ്റും. പിന്നെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ആൾക്കാരെ ആതിഥ്യം നടത്താനുള്ള, അവരെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ മാറണം. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇപ്പോൾ മീനിൻ്റെ, അതായത് മീൻ കൃഷികൾ നമ്മൾ നല്ലോണം ചെയ്യണം. കാരണം നമ്മളിവിടെ തന്നെ ചില ടൈമിൽ നമുക്ക് മീൻ കിട്ടൂല. ഇഷ്ടംപോലെ ആൾക്കാർ വന്നാൽ കഴിക്കാൻ ചിലപ്പോൾ മീൻ കിട്ടൂല ഇവിടെ നിന്ന്. ആ സമയത്ത് തന്നെ കുറേ ഇപ്പോൾ ടൈഗർ പ്രോൺസ് പോലത്തെ സാധനങ്ങൾ, കരിമീൻ, നമ്മളെ വനാമി, ചെമ്മീൻ, അങ്ങനത്തെ കൾച്ചർ ഉണ്ടാക്കണം. കൾച്ചർ ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയാൽ, അതുപോലെ സീവീഡ് കൾച്ചർ, ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നമുക്ക് ചെറിയ പാക്കറ്റാക്കിയിട്ട് ഇപ്പോൾ മറ്റാളോ ബൾക്കായിട്ട് നമ്മളൊരു കമ്പനിക്ക് കൊടുത്താൽ സീവീഡിന് എങ്ങനെയാണ് ഒരു 60-70 ഉറുപ്പ്യ വരും. അതേമാതിരി അതിനെ ചെറിയൊരു പാക്കറ്റാക്കി വരുന്ന ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അതായത് 50 ഗ്രാമിന് നമ്മൾ 100 ഉറുപ്പ്യ ഇട്ട് കൊടുത്താൽ അവർ വാങ്ങിയിട്ട് പോകും. നമ്മൾക്ക് കിലോന് 2000 ഉറുപ്പ്യ കിട്ടും. ആ ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ടൈഗർ പ്രോൺസ് കിലോ 1000 ഉറുപ്പ്യാണ് വരുന്നത്. അതിനകത്ത് ഒരു 1000 ടൈഗർ പ്രോൺസ് തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് നമ്മളതിൽ ഫീഡ് കൊടുത്ത് വളർത്തുന്നത്. നമ്മൾ നമ്മൾ പാകം ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പീസിന് 1000 ഉറുപ്പ്യ കൊടുക്കുക. ഗസ്റ്റിന് ഒരു പീസ് 1000 ഉറുപ്പ്യ കൊടുത്താൽ ഈ 1000 പീസ് നമ്മൾ സെയിൽ ചെയ്ത് കഴിയുമ്പോൾ 1,00,000 ഉറുപ്പ്യ. അങ്ങനെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഈ താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ ഈ ഗസ്റ്റ് ഇങ്ങോട്ട് എത്തണ്ടേ? എത്താനുള്ള ഒരു അതായത് ഗസ്റ്റ് എത്താനുള്ള സാധ്യതകൾ എന്നെക്കാളും, അതായത് ഗസ്റ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ സാധ്യതകൾ ഉണ്ടാക്കിയാലാണ് ഗസ്റ്റ് എത്തുക. കാരണം ഇപ്പോൾ എല്ലാവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണമാണ്. ഏതൊരു ആളും അടിച്ച് നോക്കുന്നത് പറഞ്ഞാൽ ഇതിലാണ്, സൈറ്റിലും ഇതിലാണ് അടിക്കുന്നത്. അവർ നോക്കുന്ന സാധനങ്ങൾ ഇവിടെ വേണം, എന്നാലേ ഈ സാധനങ്ങളൊക്കെ എത്താൻ പറ്റും. കാരണം ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യുന്നതല്ലാതെ പ്രൈവറ്റ് സെക്ടർ ആരും അത് ചെയ്യുന്നില്ല. നമുക്കൊരു സംഘടന, ഒരു ക്ലബ്ബ് തന്നെ, ഒരു 4 ആൾ കൂടുന്ന ക്ലബ്ബ് തന്നെ നമ്മളവിടെ തെറ്റിപ്പോകുന്നുണ്ട്. ആ ഒരു രീതി ആണ് നമ്മൾ മാറിയാൽ മതി. ആ ഒരു രീതി മാറി ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഫണ്ടുകൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഒരു കൂട്ടായ്മകൾ, ക്ലസ്റ്ററുകളായിട്ട് ഇതായിട്ട് എടുത്തിട്ട് ചെയ്താലാണ് പെട്ടെന്ന് ഇവർ നോക്കുമ്പോൾ കിട്ടുക. ഇപ്പോൾ നമ്മളവിടെ തന്നെ എന്ന് പറഞ്ഞാൽ വരുന്ന സംഭവം എന്താണ്, ഒരാളിപ്പോൾ ഒരു വലിയ, ഇപ്പോൾ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി, ഒരു ചെറിയൊരു ഇവൻറ്റിന് പോയി വന്ന ഒരു ടീമാണ്. അപ്പോൾ അവരുടെ ഒരു ടിക്കറ്റ് ഇഷ്യൂ വരുന്നതിൽ ഒരു വാർത്ത കൊടുക്കുമ്പോൾ, ടിക്കറ്റ് ഇഷ്യൂ കിട്ടാതെ ഒരു വാർത്ത വരുമ്പോൾ തന്നെ ആ വാർത്തയിൽ അതൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. കാരണം ഈ സീബേർഡിൻ്റെ എന്തെങ്കിലും ഒരു കൾച്ചറിൻ്റെ പരിപാടി ആകുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർ ഇതിലാണ് നോക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവിടെ പ്രശ്നമുള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ഒരു ഇത് കിട്ടും. കാരണം ഇത് നമ്മളോട് ചോദിച്ചിട്ടോ ഇത് ചെയ്തിട്ടോ അല്ല വരുന്നവന് നെറ്റുന്നാണ് ഈ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ പറ്റിയാൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. ഈ PMMSYയുടെ പ്രധാനമന്ത്രിയുടെ സ്കീമിൽ തന്നെ നമുക്ക് ലക്ഷദ്വീപുകാർക്ക് തന്നെ സെപ്പറേറ്റ് ഒരു ഇതുണ്ട്. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അവർ ആ ടീം, ആ കമ്മിറ്റി അപ്രൂവൽ ചെയ്യാനും പറ്റും. അതായത് അവരുടെ ഗൈഡ് ലൈൻസിൽ തന്നെ ആ സ്കീം ഇല്ലെങ്കിലും ആ സ്കീം ആഡ് ചെയ്തിട്ട് അപ്രൂവൽ ചെയ്യാൻ പറ്റും. ആ ഒരു രീതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകാരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് തന്നെ 100 കൂട്ടം പണി വരുന്നതുകൊണ്ടും പുതിയ കാഴ്ചപ്പാടുള്ള ആൾക്കാർ അതിൻ്റെ രീതിയിൽ സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്താൽ അവർ 2 മാസം കൂടുമ്പോൾ കമ്മിറ്റി കൂടും, അതിൽ അപ്രൂവ് ചെയ്തിട്ട് ഈ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഇൻവെസ്റ്റേഴ്സും ആൾക്കാർ എന്ത് ചെയ്യുക. അല്ലെങ്കിൽ അവർ നോക്കും, നമ്മളെ ഇവിടെ മീൻ എത്ര പിടിക്കുന്നുണ്ട്, എത്ര ഡാറ്റാസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഓൾറെഡി ദൈനംദിനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവരത് നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വരാനും ചെയ്യാനും നോക്കുക. അവർ നോക്കുമ്പോഴാ ഇവിടെ മീൻ തന്നെ കിട്ടൂല, കഴിക്കാൻ അവർക്ക് ഗസ്റ്റിന് കൊടുക്കാനുള്ള സാധനം ഇവിടെ കിട്ടണ്ടേ, പച്ചക്കറി ഇല്ല. പിന്നെ നമ്മൾ താകുള്ള മീനിൻ്റെ തന്നെ ഡാറ്റാസ് ഇവർ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ തന്നെ കിട്ടുന്നില്ല. നമ്മളോട് ഒരാൾ പറഞ്ഞ വിഷയമാണ്.
ഒരാൾ നമ്മളോട് അവിടെ നോക്കുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ കൊച്ചിയിൽ തന്നെ നമ്മളെ അൽസാജ് അവിടെ അൽസാജിലൊക്കെ ചെറിയ അപ്പൽ കിട്ടും. ഈ ചെറിയ അപ്പലിൻ്റെയൊക്കെ മറ്റേ എഗ്ഗെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്തിട്ടിട്ട് തന്നെ അത് ബ്രീഡ് അതിൻ്റെ ഒരു പാകത്തിന് കളക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ ഇതുണ്ട്. കേജ് കൾച്ചർ ചെയ്യുക. നമ്മളവിടെ ഇതുവരെ ഒരു കേജ് കൾച്ചർ വന്നിട്ടില്ല. അതിന് കേജ് കൾച്ചറിൻ്റെ ഇത് തന്നെ ചെയ്യുക. അതിൽ സമയത്തിൽ നമുക്ക് മീൻ എടുക്കാം. അങ്ങനെ ആകുമ്പോഴാണ് ആൾക്കാരും അതായത് വരുന്നവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിലെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇതിൽ ഇഷ്ടംപോലെ ഇൻവെസ്റ്റേഴ്സും ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ഡാറ്റാസൊക്കെ നോക്കിയിട്ടാണ് വർക്ക് ചെയ്യാനും ഇത് ചെയ്യാനും വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് ആൾക്കാർ മൂവ് ചെയ്ത് പ്രൊജക്റ്റെങ്കിലും സബ്മിറ്റ് ചെയ്താൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നോളൂ. ലക്ഷദ്വീപിൻ്റെ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഏതൊരു ടീമും വന്ന് ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആളുണ്ട്. ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതായത് നമ്മളെ യുവാക്കൾ തന്നെ ഇങ്ങനെ നടക്കുന്ന ആ സമയത്ത് തന്നെ ഇപ്പോൾ പെണ്ണുങ്ങളല്ലേ ഇവിടെ എത്രയോ ഇതുണ്ടായിരുന്നു, ദീപശ്രീ ഇവരുണ്ടാക്കുന്ന സാധനം അവർ വാങ്ങിക്കുന്നു, അവരുണ്ടാക്കുന്ന സാധനം ഇവർ വാങ്ങിക്കുന്നു. ഇതേ സമയത്ത് നമ്മളിപ്പോൾ കുറേ യുവാക്കൾ കൂടിയിട്ടാണ് ഇവരെ സാധനം എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് അയച്ചാൽ അതിൽ യാസിനൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കേസാണ്. അവന് ആ അച്ചാർ കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ കുറേ ആൾക്കാർ ഇവരെ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ നിന്നാൽ തന്നെ കുറെ കൂടി ആ തൊഴിലില്ലായ്മ ഇപ്പൊ നിൽക്കുന്ന ആ തൊഴിലില്ലായ്മയിൽ ഒരു ആശ്വാസം കിട്ടും. പ്രൊഡക്ഷൻ യൂസ് ചെയ്യണം. ഈ മേഖല നമ്മളിവിടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വളർന്നു വരിക. അതിൽ ഏറ്റവും വലിയ സാധ്യത പ്രൊഡക്ഷനാണ്. പിന്നെ വരുന്ന ഒരു ഇതാണ് നമ്മളെ ആക്ടിവിറ്റീസ്. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടു. എങ്ങനെയാണ് അദ്ദേഹം 18 വർഷത്തോളം പട്ടം പറപ്പിച്ചതിന് ശേഷമാണ് ഇന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലക്ഷദ്വീപിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. 2-ാം തീയതി, അതായത് ജൂലൈ 2-ാം തീയതിയാണ് ഇന്തോനേഷ്യയിലെ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. പിന്നെ അതിനുശേഷം ഫെസ്റ്റിവലിന് ശേഷം പിന്നെ ചൈനയിൽ വെച്ചാണ് ഇതിൻ്റെ മത്സരം നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്തോനേഷ്യയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഫിനാൻഷ്യൽ, അതായത് ഇത്രയും വലിയൊരു യാത്രയാണിത്, നമുക്കറിയാം. അപ്പോൾ ഇതിന് വേണ്ട ഒരു ഫിനാൻഷ്യൽ ഇതാണ്. അതിന് സ്പോൺസർഷിപ്പുകൾ പരമാവധി നമ്മുടെ ദ്വീപിൽ നിന്ന് തന്നെ ബിസിനസ്സുകാരുണ്ടാവും, അല്ലാതെയുള്ള ഒരുപാട് പേരുണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റും. കാരണം ഇത് ലക്ഷദ്വീപിൻ്റെ കൂടി ആവശ്യമാണ്. ലക്ഷദ്വീപിൽ നിന്ന് ഒരാൾ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊക്കെ പ്രൗഡ് മൂമെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും താങ്കളുടെ യാത്രകൾക്ക് എല്ലാവിധ ആശംസകളും മിസ്റാവിൻ്റെ ഭാഗത്തു നിന്ന് നേരുകയാണ്. അതേപോലെ ഇത്രയും നേരം നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഇത് കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.